അസ്സലാമലൈക്കും. ഇന്ന് നമുക്കൊരു പുളിഞ്ചിൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി ഗ്യാസിൽ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്ന സമയത്ത് കുറച്ച് കടുക്, കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 4-5 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കപ്പോളം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. വെളിച്ചെണ്ണ മൂത്ത് വരുന്ന സമയത്ത് തീ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കുക. അതല്ലെങ്കിൽ തീ ഓഫ് ആക്കുക കേട്ടോ. അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ആ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് പുളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയും കൂടെ ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് പെട്ടെന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നാൽ പെട്ടെന്ന് കുറുകി കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് കുറേ സമയം വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതാ കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ പുളിഞ്ചി